തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെ വധിക്കാൻ കൊട്ടേഷൻ നൽകിയ യുവാവിനെയും കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി തിരൂരങ്ങാടി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ ചെമ്മാട് കമ്പത്ത് റോഡിലും പ്രതി ഒളിവിൽ കഴിഞ്ഞ വീട്ടിലും ഗൂഢാലോചന നടത്തിയ ഇടങ്ങളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ചെമ്മാട് കമ്പത്ത് റോഡ് ചെമ്പന്തൊടിക നൌഷാദ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ താനൂർ ഏളാരങ്കടപ്പുറം ചെറിയകത്ത് മുഹമ്മദ് അസ്ലം, പന്താരങ്ങാടി പാറപ്പുറം വെള്ളക്കാട്ടിൽ സുമേഷ് എന്നിവരുമായി തിരൂരങ്ങാടി SHO ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. അവർ കണ്ടുവെച്ചത് എന്നോട് വന്നിട്ടുണ്ട് വാങ്ങുമെന്ന് വിളിച്ചതാണ്. ഇവരെന്നെ സംസാരം അതിന് കണ്ടായിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടുതലുള്ളവരിന് ഇവരെന്ത് സംസാരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഉണ്ടായിട്ടില്ല. ചെമ്മാട് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഇടവഴിയിലൂടെ വാഹനം നിർത്തിയാണ് പ്രതികൾ നൌഷാദിന്റെ സഹോദരനായ മുഹമ്മദ് അലിയെ വധിക്കാൻ ലക്ഷ്യമാക്കി എത്തിയത്. മുഹമ്മദ് അലിയുടെ പിതാവിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് നൌഷാദ്. ഇവർ തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നായിരുന്നു മുഹമ്മദ് അലിയെ വധിക്കാൻ കൊട്ടേഷൻ നൽകിയത്. പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ഇതിന്റെ ചാപ്പൂട്ടാണോ പുതിയത് വെച്ചത്? അതായത് ഭക്ഷണം കഴിച്ചോ? നീ കഴിച്ചത് ഭക്ഷണം നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴവിടെ എത്തിയത്? 18 നൂറ്റാണ്ട് അന്ന് അതിന് മുന്നിട്ട് ഡിവിഷൻ തോന്നി. അന്നാ വന്ന് നൗഷാദിനെ വൈകി വരെ എനിക്കറിയില്ല. കഴിഞ്ഞ 6-ാം തീയതിയാണ് പുലർച്ചെ 4:50 പ്രഭാത നിസ്കാരത്തിനായി ബൈക്കിൽ പോകവേ വീടിന് സമീപമുള്ള റോഡിൽ വെച്ച് മുഹമ്മദ് അസ്ലമും സുമേഷും മുഹമ്മദ് അലിയുടെ മുഖത്ത് മുളക് വെള്ളം ഒഴിച്ച ശേഷം കത്തിയും വടിയും ഉപയോഗിച്ച് ആക്രമിച്ചത്. ബൈക്കിൽ നിന്ന് വീണ മുഹമ്മദ് അലിയെ വീണ്ടും ആക്രമിച്ചു. ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിൽ മുഹമ്മദ് അലിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ജൂൺ 26 വിദേശത്തു നിന്നും എത്തിയ നൌഷാദ് വീട്ടിൽ രഹസ്യമായി കഴിയുകയും മുഹമ്മദ് അലിയെ അപായപ്പെടുത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. തലേ ദിവസം പ്രദേശത്ത് CCTVകൾ ഇല്ലെന്ന് നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടത്. കൂടാതെ മുഖം മൂടി ധരിച്ച് നമ്പർ പ്ലേറ്റില്ലാത്ത ബൈക്കിലെത്തിയാണ് കൃത്യം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെയും വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.